ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. മൺഡേ ടെസ്റ്റ് ഉച്ചയ്ക്ക് തന്നെ പാസ്സായിരിക്കുന്നു കളങ്കാവൽ. ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളും അത് തന്നെ സൂചിപ്പിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെ വരെയുള്ള അല്ലെങ്കിൽ 3 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15,50,00,000 രൂപ കടന്നിരിക്കുകയാണ് കളങ്കാവൽ. ആദ്യ ദിനം 4,93,00,000 രൂപ നേടിയ ചിത്രം രണ്ടാം ദിനം 5,20,00,000 രൂപയോളമാണ് നേടിയത്. മൂന്നാം ദിനം 5,56,00,000 രൂപയ്ക്ക് മുകളിലെന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ വരുന്നത്. അതായത് കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 5,80,00,000 രൂപ ആണ് വരേണ്ടത്. എന്നിരുന്നാലും ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കണക്കുകൾ തന്നെ നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. എന്തായാലും ആദ്യ ദിനത്തെ കളക്ഷൻ കഴിഞ്ഞ് 15 കോടി, രണ്ടാം ദിനവും 15 കോടിക്ക് മുകളിൽ, മൂന്നാം ദിനവും സിനിമയ്ക്ക് 15 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് 3 ദിവസത്തെ കളക്ഷൻ 46 കോടിയിലേക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാം ദിനവും, രണ്ടാം ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ മൂന്നാം ദിനവും സിനിമ തൂക്കിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള അഭിപ്രായവും കളക്ഷനുമായി പോകുന്ന സിനിമയ്ക്ക് ഇന്ന് മണിക്കൂറിൽ 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സിനിമയുടെ മൺഡേ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ കളക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. തിങ്കളാഴ്ച ഇതുവരെ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം സിനിമയ്ക്ക് മികച്ച ഒരു തുടക്കം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു 2 കോടി വരെയൊക്കെ മാക്സിമം പ്രതീക്ഷിച്ച സിനിമയ്ക്ക് ഉച്ചവരെയുള്ള കളക്ഷൻ 2 കോടിയോളമായിരിക്കുന്നു എന്നുള്ളതാണ്. 1,468 ഷോകളിൽ നിന്ന് 1,10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 27% ഒക്യുപ്പൻസിയിൽ 1,81,49,000 രൂപയോളം കളക്ഷൻ സിനിമയ്ക്ക് വരികയുണ്ടായി. അതായത് 2 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും മികച്ച കളക്ഷനുമായി പോവുകയാണ് ഈ ഒരു സിനിമ. ഇന്നും നല്ല കളക്ഷനോടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഒരു 2.5-3 കോടി രൂപ വരെ എത്തുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു മികച്ച കളക്ഷൻ തന്നെയാണ്. ഇന്നത്തോടെ സിനിമ 50 കോടിയിലേക്ക് കടക്കും എന്നുള്ള പ്രതീക്ഷയുമാണ്. അപ്പോൾ കാത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളുമായി നമുക്ക് വൈകുന്നേരം വരാം. അപ്പോൾ ഡീറ്റെയിൽഡ് കളക്ഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അപ്പോൾ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആരൊക്കെയാണ് സിനിമയ്ക്ക് പോയത്, ഇന്ന് ഈ ഒരു വർക്കിംഗ് ഡേയിൽ പോയതും അതേപോലെ നാളെ ഇലക്ഷൻ ദിനത്തിൽ വോട്ടൊക്കെ ചെയ്തിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാരൊക്കെയാണ് ഒന്ന് കമൻസിലൂടെ പറയാം. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം. താങ്ക് യു ബ്രോസ്.